ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ക്ലീനപ്പാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ക്ലീനപ്പാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനപ്പാണ്. നമ്മൾ സ്കിന്നിലുള്ള ഈ ഒരു ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ റിമൂവ് ആവാനും പിന്നെ നമ്മുടെ സ്കിന്നിൽ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ക്ലീനപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഡർട്ട് പൊല്യൂഷനെ കൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഓയിലിയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളെ സ്കിന്നിലുള്ള എക്സസ് ഓയിലൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടും ഗ്ലോ ആയിട്ടും സ്മൂത്ത് ആയിട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്ന അടിപൊളി ക്ലീനപ്പാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാകും. അപ്പോൾ എൻ്റെ പേര് ഷംസ. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ചാനൽ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇപ്പോൾ വീഡിയോയിൽ കിടന്നാൽ അപ്പോൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ തേൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് റോ മിൽക്ക്, പച്ചപ്പാലില്ലേ, അതൊക്കെ ചേർത്ത് കൊടുക്കണം 1 ടീസ്പൂൺ അളവിൽ തന്നെ. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഈ മറ്റ് 2 ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്ലെൻസിങ്ങിനുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. മിനിറ്റ് വെച്ചതിന് ശേഷം വൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ വൈപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്റ്റീമിങ്. അപ്പോൾ ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്യണം. ഞാനൊരു ഈ ഒരു ഇതിലാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റീമർ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റീമർ എടുത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ടാണ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ ഡെഡ് സെൽസ് എല്ലാം മാറി നമ്മളെ പോഴ്സൊക്കെ ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് സ്ക്രബാണ്. അപ്പോൾ നമ്മുടെ സ്ക്രബിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഞാൻ കടലമാവാട്ടോ എടുത്ത് കൊടുക്കണം. കടലപ്പൊടിയില്ലേ, അതാ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ നമ്മൾ അരിപ്പൊടിയില്ലേ, അതുകൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കട്ട തൈരല്ല, കുറച്ച് ലൂസ് തൈരാണ്, അതാണ് കേട്ടോ. കട്ട തൈരുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ അത് കുറച്ച് ലൂസായിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത വേണ്ടത് ലൈം ജ്യൂസാണ്. അപ്പോൾ അത് എടുത്ത് കൊടുക്കാം. അത് നമ്മൾ ഇന്ന് മിക്സിങ്ങിന് കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ക്രീം പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു സർക്കുലർ മോഷനിലാട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ ഡെഡ് സ്കിൻ ലെയറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റിമൂവായൊക്കെ കിട്ടുന്നതാണ് ഈ ഒരു സ്ക്രബിലൂടെ തന്നെ. പിന്നെ നമ്മളെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എല്ലാം റിമൂവായിട്ട് കിട്ടുന്നതാണ്. വെറുതെ ഇത് ഇട്ടാൽ മാത്രം പോലെ നല്ല രീതിയിൽ നമ്മൾ സ്ക്രബ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. കാരണം വെച്ചാൽ ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയി കാണും. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ എവിടെയൊക്കെ ഉണ്ട് ബ്ലാക്ക് ഹെഡ്സൊക്കെ, അപ്പോൾ ആ സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യും. എന്ന് എഴുതിയിട്ട് നമ്മൾ മുഖമായതുകൊണ്ട് തന്നെ വലിയ ഹാർഷായിട്ട് ചെയ്യാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു മൈൽഡായിട്ട് സ്ക്രബ് ചെയ്യണം. പക്ഷേ എല്ലായിടത്തും ഒന്ന് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മൂക്കിൻ്റെ സൈഡിലും ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അപ്പോഴേക്കും ബ്ലാക്ക് ഹെഡ്സൊക്കെ മാറുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രബിങ് ഈ ഒരു പ്രോസസ്സിലൂടെ തന്നെ കുറേ ബ്ലാക്ക് ഹെഡ്സൊക്കെ മാറി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ആരും സ്കിപ്പ് ചെയ്യാതെ നല്ലോണം സ്ക്രബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു 4 മിനിറ്റോളം ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം സ്ക്രബ് ചെയ്ത് ഒരു സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വ്യത്യാസം അറിയാം. പിന്നെ എൻ്റെ ഐലൈനറൊന്നും പോയിട്ടില്ല. ഞാൻ കണ്ണിൻ്റെ അവിടെയൊന്നും, കണ്ണിൻ്റെ ഏരിയയൊക്കെ സെൻസിറ്റീവ് അല്ലേ, അപ്പോൾ ആ ഒരു ഏരിയയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ കണ്ണിൻ്റെ അവിടുത്തെ ഐലൈനറൊന്നും പോവാത്തത്. അപ്പോൾ നമ്മൾ സ്ക്രബൊക്കെ ചെയ്തു. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മുൾട്ടാണി മിട്ടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത വേണ്ടത് ഒരു പിഞ്ച് അളവിന് ഇത്ര മതിയാവും മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞളാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ നമ്മൾ ഇത് മിക്സിങ്ങിന് ആവശ്യമായിട്ട് റോസ് വാട്ടർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 3 കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ.
നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ചിലപ്പോൾ ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാവും, അപ്പം അങ്ങനെയുള്ളവർക്ക് സ്യൂട്ടാവില്ല. അപ്പം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും പാക്ക് ഇടുന്ന സമയത്തും ഒരു അപ്വാർഡ് ഡയറക്ഷനിൽ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം. കാരണം എന്ന് വെച്ചാൽ പാക്ക് ഇടുന്നത് തന്നെ നമ്മൾ സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ ചെയ്യുന്ന സമയത്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പോഴേക്കും നമ്മൾ സ്കിന്നും കൂടെ വലിയുന്നതാണ്. കാരണം പാക്ക് കൊണ്ട് ടൈറ്റ് ആവുന്ന സമയത്ത് സ്കിന്നും കൂടെ വലിയുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള മുൾട്ടാണി മിട്ടി എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ടൈറ്റ് ആക്കും കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ബ്രൈറ്റ് ആക്കാനൊക്കെ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളിത് ചേർത്തിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല സ്മൂത്ത് ആക്കാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കിന്നിലെ ഈവൻ ടോൺ മാറ്റാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നതാണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല എന്താ പറയുക, നറിഷായിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്ററും ഒക്കെ ആകും കേട്ടോ ഇത് ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് തന്നെ. അപ്പം നല്ല രീതിയിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടതിന് ശേഷം ഞാൻ ഒരു 15 മിനിറ്റ് വരെ മാക്സിമം വെച്ചിട്ടാണ് ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം കുറേ ഭാഗമൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ഈ ഉണങ്ങിയ സൈഡിലൊന്ന് തടവി കൊടുത്തിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ. ചില സൈഡൊന്നും നല്ലതായിട്ട് ഉണങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഉണങ്ങിയ സൈഡിൽ നമ്മൾ അങ്ങനെ നമ്മൾ വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക, സ്കിന്നിനൊരു ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വെള്ളം വെച്ചൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാവുന്നതാണ്. ഞാൻ കഴുത്തിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ എന്താ പറയുക, ബ്രൈറ്റ് ആയിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ടുണ്ട്. നല്ല റിസൾട്ടാട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വൈപ്പ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഞാൻ ഫുള്ള് വൈപ്പ് ചെയ്ത് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് എൻ്റെ വ്യത്യാസം. നല്ല എന്താ ബ്രൈറ്റ് ഒക്കെ ആയിട്ടുണ്ട്, നല്ല ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. ശരിക്കും നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 30 മിനിറ്റ് നമ്മളൊന്ന് ക്ഷമിച്ചാൽ നമുക്ക് അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും. നമ്മളെ ബ്ലാക്ക് ഹെഡ്സ് ഇതെല്ലാം പോയിട്ടുണ്ട്. നല്ല ഇതാണ്. നമുക്ക് ഇത് 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി റിസൾട്ട് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.